നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊടും ചൂടിലാണ് നാടും നഗരവും. 20 മണ്ഡലങ്ങളിലും മത്സരചിത്രം പൂർണ്ണമായി തെളിഞ്ഞതോടെ എവിടെ തിരിഞ്ഞാലും സ്ഥാനാർത്ഥി പര്യടനവും പ്രചാരണവും അനുബന്ധ പരിപാടികളും തന്നെ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ ഘട്ടവും സുതാര്യവും നിയമാനുസൃതവും ആയിരിക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അവകാശം കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമായ സി വിജിൽ ആപ്പിനെക്കുറിച്ച് കേട്ടാലോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർക്കും പരാതിപ്പെടാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനമാണ് സി വിജിൽ. പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ഇനി എങ്ങനെയാണ് സി വിജിൽ വഴി പരാതി നൽകുന്നത് എന്ന് നോക്കാം. പെരുമാറ്റച്ചട്ട ലംഘനമോ ചെലവ് സംബന്ധമായ ചട്ടലംഘനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിക്കാരന് ഈ ആപ്പ് വഴി ചിത്രം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പരാതി രജിസ്റ്റർ ചെയ്യാം. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ഭൂമിശാസ്ത്രപരമായ വിവരം സ്വമേധയാ ശേഖരിക്കപ്പെടും. ബന്ധപ്പെട്ട ജില്ലാ കൺട്രോൾ റൂമിലേക്കാണ് പരാതി നേരിട്ടയക്കുക. ആപ്പ് ഉപയോഗിച്ചെടുക്കുന്ന ലൈവ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ മാത്രമേ അയക്കാൻ കഴിയൂ. ഫോൺ നമ്പർ, OTP, വ്യക്തിവിവരങ്ങൾ എന്നിവ നൽകി പരാതി സമർപ്പിക്കുന്നയാൾക്ക് തുടർ നടപടികൾ അറിയാൻ ഒരു സവിശേഷ ID ലഭിക്കും. പരാതിക്കാരൻ തിരിച്ചറിയപ്പെടാതെ പരാതി നൽകാനുള്ള സംവിധാനവും ആപ്പിലുണ്ട്. സി വിജിലിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത ശേഷം അപ്ലോഡ് ചെയ്യാൻ 5 മിനിറ്റ് മാത്രമേ ലഭിക്കൂ. നേരത്തെ റെക്കോർഡ് ചെയ്ത ഫോട്ടോയോ വീഡിയോയോ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാവില്ല. തുടർച്ചയായി ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ പരാതി നൽകുന്നത് ഒഴിവാക്കാനും ഈ ആപ്പിൽ സംവിധാനമുണ്ട്. ഇത്രയും കേട്ടതിൽ നിന്ന് സംഗതി ഉഷാറാണെന്ന് തോന്നുന്നില്ലേ? രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അന്തസ്സോടെ നീതിയുക്തമായി നടപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സി വിജിൽ. സിറ്റിസൺ ജേർണലിസ്റ്റുകൾ സജീവമായ ഇക്കാലത്ത് സി വിജിൽ ആപ്പ് ഏറെ പ്രയോജനം ചെയ്യും. ഒരു സ്ത്രീ ശക്തിയുടെ കഥയാണ് നല്ല വാർത്തയിൽ അടുത്തത്. കരയിലും കടലിലും ആകാശത്തും സമസ്ത മേഖലയിലും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചിട്ടുണ്ട് മലയാളി വനിതകൾ. അത്തരത്തിലൊരു വിജയഗാഥയാണ് ഇന്ന് നല്ല വാർത്ത പറയുന്നത്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയ്ക്ക് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള ദൗത്യത്തിൽ ഒരു മലയാളി വനിത നിയമിതയായി. ഇതാദ്യമായാണ് ചാപ്ലൈൻ ക്യാപ്റ്റൻ എന്ന പദവി മലയാളിക്ക് ലഭിച്ചത്. യോഗയും ധ്യാനവും പരിശീലിപ്പിച്ചും ഇന്ത്യൻ ആത്മീയ മൂല്യങ്ങൾ പകർന്നും ഓസ്ട്രേലിയൻ സൈനികരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള ദൗത്യമാണ് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി ശ്രീമതി സ്മൃതി M. കൃഷ്ണ ഏറ്റെടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായാണ് അവർ ചുമതലയേറ്റത്. 1.5 വർഷം നീണ്ട 7 ഘട്ടങ്ങൾ കടന്നാണ് സ്മൃതിയുടെ ഈ നേട്ടം. 165 പേരിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീമതി സ്മൃതി കൃഷ്ണ. ചാപ്ലൻസിയുടെ ഒരു കൺസെപ്റ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാകുന്ന ഇമോഷണൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ ഒരു സഹയാത്രികനായിട്ട് കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ. അതാണ് ഇതിൽ നിന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്. ഡിഫൻസിൽ സ്ട്രെസ്, ഡിപ്രഷൻ, അതേപോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് എല്ലാം ഉള്ള ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു മേഖലയായതുകൊണ്ട് അവിടെയും ചാപ്ലിൻസ് വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ യോഗയും ധ്യാനവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു ഭാരതീയ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു മെന്ററിംഗ് പ്രോസസ്സാണ് ഈ ചാപ്ലൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടിയേറ്റക്കാർക്കും വൃദ്ധർക്കും ക്യാൻസർ രോഗികൾക്കും സാന്ത്വനമേകി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി മെൽബണിൽ നടത്തുന്ന സാമൂഹിക സേവനമാണ് സ്മൃതിക്ക് മുതൽക്കൂട്ടായത്. ആഗ്രഹിച്ചാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഈ വിജയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരല്പം വ്യത്യസ്തമായ കൗതുകകരമായ ഒരു ആഭരണ നിർമ്മാണ കഥ കേൾക്കാം. കേട്ടാൽ ആരോ ഒന്ന് അമ്പരക്കും. എന്താണെന്നല്ലേ? മുലപ്പാൽ. അതെ, മുലപ്പാൽ കൊണ്ടാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഓർമ്മകളിൽ അമ്മിഞ്ഞപ്പാൽ മണത്തോളം പറ്റിച്ചേരുന്ന മറ്റൊന്നില്ല എന്ന തിരിച്ചറിവാണ്
തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശിനി VS അരുണയുടെ ഈ സവിശേഷ ആഭരണ നിർമ്മാണത്തിന് പിന്നിലെ കരവിരുതിന് ആധാരം റെസിൻ ആർട്ട് എന്ന പ്രത്യേക രീതിയിലൂടെയാണ് മുലപ്പാൽ ആഭരണമായി മാറുന്നത്. ജലാംശമുള്ളതിനാൽ പ്രത്യേകതരം പൊടി പോലുള്ളൊരു വസ്തു ചേർത്ത് മുലപ്പാൽ സംരക്ഷിക്കുന്നു. പിന്നീട് ഇതിൽ റെസിൻ ചേർത്ത് ആഭരണമാക്കി മാറ്റുന്നു. ഇതിനായുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അങ്ങനെ അമ്മിഞ്ഞപ്പാൽ മിനുസമുള്ള ക്രിസ്റ്റൽ രൂപത്തിലെ ആഭരണമായി മാറുന്നു. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ശ്രീമതി അരുണയിൽ നിന്നും നേരിട്ട് കേൾക്കാം. ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറി, അതായത് ഒരു പാരൻറ്റിൻ്റെ ഒരു 2 ml ബ്രസ്റ്റ് മിൽക്ക് വെച്ചിട്ട് അവരുടെ പാരൻറ്ഹുഡ് ജേണിക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വലുതാകുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെയും ഒരു 2 ml ബ്രസ്റ്റ് മിൽക്ക് വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്കിനെ പ്രിസർവ് ചെയ്ത് റെസിൻ്റെ ഹെൽപ്പോടുകൂടി അതിനെ ജ്വല്ലറി ആയിട്ട് മാറ്റുന്നു. നമ്മൾ സിൽവറിലും ഗോൾഡിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഒക്കെയാണ് ചെയ്യുന്നത്. മാത്രമല്ല കൊഴിഞ്ഞു വീണ പല്ലുകൾ, ഹെയർ, കൺപീലി ഇതൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ജ്വല്ലറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ബേബിയുടെ അംബിലിക്കൽ കോഡ്, അമ്മമാർ ഗർഭകാലത്ത് സൂക്ഷിച്ചു വെച്ച പ്രഗ്നൻസി കിറ്റ്, അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ ബേബി ഡീറ്റെയിൽസ് ഫ്രെയിംസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വരമാലയെന്നോ കല്യാണഹാരമെന്നോ വെഡിങ് ഗാർലൻഡോ അതൊക്കെ നമ്മൾ അതുപോലെ, അതായത് ഇപ്പം അവർ കളറോട് നമ്മൾ കയ്യിലെത്തിക്കുകയാണെങ്കിൽ അതിന് കളർ പ്രിസർവ് ചെയ്ത് ആ പൂക്കളെ നമ്മൾ പ്രിസർവ് ചെയ്ത് അതൊരു ഫ്രെയിമായിട്ടോ ബ്ലോക്കായിട്ടോ ഓർണമെൻറ്റ്സ് ആയിട്ടോ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു ഹാപ്പി ഹോർമോൺസിനെ ഒന്ന് ഉത്തേജിപ്പിക്കുമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നുമല്ലോ. സോ അത് തന്നെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളായ ഫോട്ടോയും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും മറ്റും സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി എത്തുന്നവരുമുണ്ട്. വിവാഹദിനത്തിലെ മാലയും പൂച്ചെണ്ടും പ്രിയപ്പെട്ടവർ സമ്മാനിക്കുന്ന പൂക്കളുമെല്ലാം റെസിൻ ആർട്ടിലൂടെ സംരക്ഷിക്കാൻ അരുണയെ തേടിയെത്തുന്നവർ നിരവധിയാണ്. ഓർമ്മകളെ താലോലിക്കുന്നവർക്ക് ഇത്തരം സംരംഭം വലിയ മുതൽക്കൂട്ടായി മാറും. ഇനി മതസൗഹാർദ്ദത്തിന്റെ ഒരു നല്ല വാർത്തയിലേക്ക്. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും എല്ലാം പേരിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന കഥകളാണ് ലോകമെമ്പാടും. എന്നാൽ നാനാജാതി മതസ്ഥർ സാഹോദര്യത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന അന്തരീക്ഷമാണ് പൊതുവെ കേരളത്തിലുള്ളത്. ഇരുമതങ്ങളിലെ മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാഹരണമായ നല്ല വാർത്ത സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് ജൂനിയർ സൂപ്രണ്ടായ നജീബ എന്ന വനിതയാണ്. ശ്രീമതി നജീബ ഉൾപ്പെടെ ഇസ്ലാം മതവിശ്വാസികൾ പുണ്യമാസമായ റമലാൻ വ്രതനാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പകൽ മുഴുവൻ അന്നപാനാദികൾ ഉപേക്ഷിച്ച് വ്രതം നോക്കുന്ന വിശ്വാസികൾ സന്ധ്യനേരത്ത് പള്ളിയിൽ നിന്നുയരുന്ന മഗ്രിബ് ബാങ്ക് കേൾക്കുമ്പോഴാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. അതായത് ആ സമയം വിശ്വാസികൾ പ്രാർത്ഥനയോടെ ബാങ്ക് വിളി കേൾക്കുന്നതിനായി കാത്തിരിക്കും. കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ശ്രീമതി നജീബയുടെ വീട് കേരളപുരത്ത് പുണ്യപുരാതനമായ കോണത്ത് ദേവീക്ഷേത്രത്തിന് വളരെ സമീപത്താണ്. എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ രാത്രി വരെ ഈ ക്ഷേത്രത്തിൽ ഭക്തിഗാനങ്ങളുടെ റെക്കോർഡ് ഇടുന്ന പതിവ് പണ്ട് മുതലേയുണ്ട്. എല്ലാവർക്കും അത് പരിചിതവുമാണ്. എന്നാൽ ഇത്തവണ റമലാൻ വ്രതാരംഭത്തിന്റെ ആദ്യ ദിനം ശ്രീമതി നജീബയ്ക്ക് അല്പം അകലെയുള്ള പള്ളിയിൽ നിന്നുയർന്ന ബാങ്ക് വിളി കേൾക്കാനായില്ല. ഇത് സമീപവാസിയായ ഒരു വ്യക്തിയിലൂടെ അറിയാനിടയായ കോണത്ത് ക്ഷേത്രം അധികൃതർ മലയാളികളുടെ സാഹോദര്യബോധത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചത്. അടുത്ത ദിവസം മുതൽ വൈകുന്നേരം കൃത്യം 6:30 മുതൽ 7 മണി വരെയുള്ള സമയം ക്ഷേത്രത്തിലെ മൈക്ക് സെറ്റ് പൂർണ്ണമായും ഓഫാക്കിക്കൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി സ്നേഹപൂർവ്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അതെ, സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഒരു നല്ല വാർത്ത. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ID-യിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.